ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് സീരീസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളിറ്റിയിലെ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് എന്ന് പറയുന്ന പോർഷനിൽ 2008 ശേഷം ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ഷെഡ്യൂൾഡ് ഏരിയാസിനെയും ട്രൈബൽ ഏരിയാസിൻ്റെയും എല്ലാം സെഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ ആ സെഷൻസ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബേസിസിൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ഷെഡ്യൂൾഡ് ഏരിയാസ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്നും അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, വിത്തിൻ എ സ്റ്റേറ്റ് ദ നോട്ടിഫിക്കേഷൻ ഓഫ് ഏരിയ ആസ് ഷെഡ്യൂൾ ഏരിയ ടേക്സ് പ്ലേസ് ത്രൂ ആൻ ഓർഡർ ഓഫ് ദി പ്രസിഡന്റ്. അപ്പോൾ ഇനി നമുക്കിവിടെ ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ ആരാണ് ഷെഡ്യൂൾഡ് ഏരിയ ഡിക്ലെയർ ചെയ്യുന്നത്? അത് പ്രസിഡന്റ് തന്നെയാണോ അതോ ഇനി ഗവർണർ വല്ലതും ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് ഏരിയാസിൽ താമസിക്കുന്നവരെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അബോറിജിനൽസ് ആണ്. അപ്പോൾ നോർമൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഒന്നും തന്നെ നമുക്ക് അവിടെ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന് അവിടെ പ്രത്യേകമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ പ്രസിഡന്റ് ആണ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമല്ല, അതിന്റെ ഏരിയാസ് മാറ്റുന്നതും അതിന്റെ ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്യുന്നതും എല്ലാം തന്നെ പ്രസിഡന്റിന്റെ ഒരു ഓർഡർ വഴി ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ദ ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഫോമിംഗ് ദ ഷെഡ്യൂൾ ഏരിയ ഇസ് ദ ഡിസ്ട്രിക്ട് ആൻഡ് ദ ലോവസ്റ്റ് ഈസ് ദ ക്ലസ്റ്റർ ഓഫ് വില്ലേജസ് ഇൻ ദി ബ്ലോക്ക്. ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് തന്നെയാണ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ക്ലസ്റ്റർ ഓഫ് വില്ലേജസ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദി കൺസേൺ സ്റ്റേറ്റ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ യൂണിയൻ ഹോം മിനിസ്ട്രി ഓൺ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഡൗട്ട് വരാനുള്ള രണ്ട് പോയിന്റ്സ്, ഒന്ന് ചീഫ് മിനിസ്റ്റർ തന്നെയാണോ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, അത് യൂണിയൻ ഹോം മിനിസ്ട്രിക്ക് തന്നെയാണോ സബ്മിറ്റ് ചെയ്യുന്നത്, അതോ വേറെ വല്ല മിനിസ്ട്രിക്കുമാണോ എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഷെഡ്യൂൾഡ് ഏരിയാസിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് ഒരു സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജന്റ് ആയിട്ട് അതാത് സ്റ്റേറ്റിൽ വരുന്നത് ഗവർണർ ആണ്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ അല്ല, ഗവർണർ ആണ് ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ആർക്കാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റിനാണ് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവർണർ പ്രസിഡന്റിനാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ബി, only 2. അപ്പൊ ഇതിനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഷെഡ്യൂൾഡ് ഏരിയാസിന്റെ ഡിക്ലറേഷൻ ആരാണ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിന്റെ ഏരിയ കൂട്ടുന്നതും അതിന്റെ ഏരിയ കുറയ്ക്കുന്നതും ഒക്കെ തന്നെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന് വേണമെങ്കിൽ ബൗണ്ടറി ഓൾട്ടർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. അവിടെ ഗവർണറിന്റെ കൺസൾട്ടേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതുകൂടാതെ ഗവർണർ ആണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റിനാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി അടുത്ത 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ട്രൈബൽ ലാൻഡ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ലാൻഡ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വോയിഡ് ആണ് എന്ന് ഏത് ഷെഡ്യൂളിനകത്താണ് പറയുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ഷെഡ്യൂൾസിനെ പറ്റിയിട്ടും അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പൊ എല്ലാ ഷെഡ്യൂൾസും പഠിച്ചു വെക്കുക. അത് കൂടാതെ 5th ഷെഡ്യൂളിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലെങ്കിൽ ട്രൈബൽ ലാൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് 5th ഷെഡ്യൂളിനകത്താണ്. സോ ആൻസർ ഇസ് ബി. അപ്പൊ ഓരോ ഷെഡ്യൂൾസിനകത്തും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് പറയുന്നത് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസിന്റെയും ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ ഇവരുടെ എല്ലാം പ്രൊവിഷൻസിനെ പറ്റിയിട്ട് പറയുന്നു. തേർഡ് ഷെഡ്യൂളിനകത്ത് നമുക്കറിയാം ഇവരുടെ ഓത്ത് ആൻഡ് അഫർമേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫോർത്ത് ഷെഡ്യൂളിനകത്ത് എങ്ങനെയാണ് രാജ്യസഭയിൽ ഓരോ സ്റ്റേറ്റുകൾക്കും സീറ്റിന്റെ അലോക്കേഷൻ വരുന്നു എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. നമ്മൾ 5th ഷെഡ്യൂളിലാണ് ഇന്നത്തെ സെഷനകത്ത് നോക്കിയിട്ടുള്ളത്, ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത് 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് ഉള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്.
യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, പിന്നെ കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് 7th ഷെഡ്യൂൾ. പിന്നെ 22 ലാംഗ്വേജുകളെ പറ്റി പറയുന്നതാണ് 8th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ചില ആക്ടുകളെയും റെഗുലേഷൻസുകളെയും 9th ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് അതിനെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് 9th ഷെഡ്യൂളിനകത്ത് പറയുന്നത്. ഇനി ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമമാണ് 10th ഷെഡ്യൂളിനകത്ത് പറയുന്നത്. പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീസിനും വേണ്ടിയിട്ടാണ് 11th and 12th ഷെഡ്യൂളിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂളുകളെല്ലാം തന്നെ ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിന്റെ കുറച്ച് ഇൻഫർമേഷൻ കൂടുതലായിട്ട് 5th ഷെഡ്യൂളിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 5th ഷെഡ്യൂളിനകത്ത് തന്നെ പറയുന്നുണ്ട് ഗവർണറിന് ലാൻഡ് ട്രാൻസ്ഫർ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ലാൻഡ് ട്രാൻസ്ഫർ മാത്രമല്ല, അങ്ങനെയുള്ള ഏരിയാസിലെ മണി ലോണ്ടറിംഗ് ബിസിനസ്സും അതുപോലെ തന്നെ ലാൻഡ് ട്രാൻസ്ഫറും ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് ഗവർണർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ പെർട്ടിക്കുലർ ഏരിയ ഈസ് ബ്രോട്ട് അണ്ടർ ദ 5th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് റിഫ്ലക്ട് ദ കോൺസിക്വൻസസ് ഓഫ് ഇറ്റ്. അപ്പം ഒരു ഏരിയയെ നമ്മൾ 5th ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് എന്ന് പറഞ്ഞു, അവിടെ ഗവർണറിന് വേണമെങ്കിൽ ലാൻഡ് ട്രാൻസ്ഫർ പ്രൊഹിബിറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാൻഡ് ട്രാൻസ്ഫർ, അതായത് ട്രൈബൽ പീപ്പിളിൽ നിന്നും നോൺ ട്രൈബൽ പീപ്പിളിലേക്ക് ലാൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അവിടെ നടക്കില്ല. ദിസ് വുഡ് ക്രിയേറ്റ് എ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡി ഇൻ ദാറ്റ് ഏരിയ. അത് പറയുന്നത് 11th ഷെഡ്യൂളിനകത്തും 12th ഷെഡ്യൂളിനകത്തുമാണ് പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റീസിനെ പറ്റിയിട്ടും പറയുന്നത്. This would convert that area into union territory. അങ്ങനെയല്ല, യൂണിയൻ ടെറിട്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. The state having such area could be declared a special category state. അതും കറക്റ്റ് അല്ല. So the answer is A. Next question, the provisions in 5th schedule and 6th schedule in the Constitution of India are made in order to protect the interest of scheduled tribe, determine the boundaries between state, determine the powers and authorities and responsibilities of Panchayat, protect the interest of all the border state. Protect the interest and 5th and 6th interest of scheduled areas ആണ് 5th ഷെഡ്യൂളിനകത്തും 6th ഷെഡ്യൂളിനകത്തും പറയുന്നത്. സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബൗണ്ടറീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂളിനകത്താണ് പറയുന്നത്. പഞ്ചായത്തുകളുടെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി പറയുന്നത് 11th ഷെഡ്യൂളാണ്. ഇത് 2015-ലും 2008-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 5th ഷെഡ്യൂൾ വരുന്നത് പാർട്ട് 10-നകത്താണ് വരുന്നത്. അപ്പൊ അതില് 5th ഷെഡ്യൂൾഡ് ഏരിയാസിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബുകളിൽ എങ്ങനെയാണ് അവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ 5th ഷെഡ്യൂളിനകത്ത് 4 സ്റ്റേറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. കാരണം ആ 4 സ്റ്റേറ്റുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ട്. അതാണ് 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഷെഡ്യൂൾഡ് ഏരിയാസിനകത്ത് കാണുന്നത് അബോറിജിനൽസ് ആണ്. അവർ സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റിന് ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. 6th ഷെഡ്യൂൾ വരുമ്പോൾ അതിനകത്ത് 4 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓർക്ക, അതിനകത്ത് മണിപ്പൂർ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇത്രയുമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ഷെഡ്യൂൾഡ് ഏരിയാസിന്റെയും ട്രൈബൽ ഏരിയാസിന്റെയും ഒരു 5 minutes വീതം വരുന്ന വീഡിയോസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.